വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. കോളേജിലെ CCTV ക്യാമറകളും ജനൽ ചില്ലുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു. അതേസമയം പരാതികൾ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ പരിഹരിച്ചേനെയെന്നും മാനേജ്മെന്റിനെ അറിയിക്കാതെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയായിരുന്നുവെന്നും പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ പ്രതികരിച്ചു. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ ഉണ്ടാകുന്നു എന്നാരോപിച്ച് 5 ദിവസമായി SFI പ്രവർത്തകർ സമരത്തിലായിരുന്നു. ഇന്ന് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. കോളേജിലെ ജനൽ ചില്ലുകളും CCTVയും ലൈറ്റുകളും മറ്റും വിദ്യാർത്ഥികൾ അടിച്ചു തകർത്തു. ഇത് തടയാൻ ശ്രമിച്ച പോലീസുമായും ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സ്വകാര്യതയെ ബാധിക്കുന്ന CCTV ക്യാമറകൾ മാറ്റുക, ഇന്റേണൽ മാർക്കിലെ അനീതി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ചയാണ് SFI നിരാഹാര സമരം ആരംഭിച്ചത്. വിദ്യാർത്ഥികളുടെ ഇന്റേണലും അതുപോലെ തന്നെ അറ്റൻഡൻസിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനവും യൂണിയൻ പ്രവർത്തനങ്ങളെയും എല്ലാം വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെന്റിന്റെ സ്വഭാവമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. മാനസികമായി വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഈ ക്യാമ്പസിനകത്തുണ്ടായത്. അതേസമയം പരാതികൾ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ പരിഹരിച്ചേനെയെന്നും മാനേജ്മെന്റിനെ അറിയിക്കാതെ വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നും പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജ് പ്രക്ഷോഭങ്ങളെ CPIM പിന്തുണയ്ക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജിഷ്ണുവിന്റെ വീട് കോടിയേരി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ അപാകതയുണ്ടെന്ന് കാണിച്ച് ആരോഗ്യമന്ത്രിക്ക് ജിഷ്ണുവിന്റെ അമ്മ കത്തയച്ചു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനും MLA AN ഷംസീറുമൊപ്പമാണ് കോടിയേരി ബാലകൃഷ്ണൻ ജിഷ്ണുവിന്റെ വീട്ടിലെത്തിയത്. മാതാപിതാക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ച അദ്ദേഹം പിന്നീട് സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ആ നിലയിൽ അത് എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ട വിധത്തിലല്ലേ ചെയ്തിട്ടുള്ളത്, നിയമവിരുദ്ധമായിട്ടാണോ ചെയ്തിട്ടുള്ളത്, അതിലെന്തെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം അന്വേഷിക്കുന്നതാണ്. ഇതിനിടെ ജിഷ്ണുവിന്റെ അമ്മ മഹിജ ആരോഗ്യമന്ത്രിക്ക് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് അപാകതയുണ്ടെന്ന് സൂചിപ്പിച്ച് കത്തയച്ചിട്ടുണ്ട്. മുതിർന്ന ഫോറൻസിക് സർജനുണ്ടായിട്ടും PG വിദ്യാർത്ഥിയെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചതും പോസ്റ്റ്മോർട്ടം ചിത്രീകരിക്കാത്തതും ചൂണ്ടിക്കാണിച്ചാണ് പരാതി. ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങളും ജിഷ്ണുവിന്റെ ശരീരത്തിലെ പരിക്കുകളും സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും കത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസിലെ തമ്മിലടിയിൽ തുറന്നടിച്ച് AK ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സ്തുതിപാഠകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിമർശകർ പറയുന്നതിന് ചെവി കൊടുക്കണമെന്നും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും AK ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്നതിൽ അസംതൃപ്തി പ്രകടമാക്കിയാണ് ആന്റണിയുടെ പ്രതികരണം. നേതാക്കൾ സ്തുതിപാഠകരെ മാത്രം വിശ്വസിക്കരുതെന്ന മുനവച്ച വാക്കുകൾ. അതെല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്ന ഒരു നേതാവും വിശ്വസിക്കരുത്. വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. പാർട്ടിയുടെ മാത്രമല്ല നേതാക്കളുടെയും കാലിന് ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കണം. പക്ഷെ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിൽ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിലെ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഹൈക്കമാൻഡിന്റെ അതൃപ്തി വ്യക്തമാക്കുന്ന ആന്റണിയുടെ പ്രതികരണം. അതേസമയം ദില്ലി യാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി കോട്ടയത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോട്ടയം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ദില്ലിയിലെത്തും. നാളെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ A ഗ്രൂപ്പിനെ അവഗണിച്ചതിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കും. അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടും. ഉമ്മൻചാണ്ടി തുടരുന്ന നിഷേധാത്മക നിലപാടിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ. കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് കുമ്മനം രാജശേഖരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് കുമ്മനം രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടുപോകണമെന്ന BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ BJP നേതാവായ CK പത്മനാഭൻ പരസ്യമായി രംഗത്തെത്തി. ഈ സാഹചര്യത്തിലാണ് കമലിനെതിരായ BJP നിലപാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.
സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ എൻ രാധാകൃഷ്ണൻ നടത്തിയ സമാന അഭിപ്രായ പ്രകടനം വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു എൻ രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ എൻ രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ C.K. പത്മനാഭനും പിന്നീട് രംഗത്തെത്തി. എന്നാൽ C.K. പത്മനാഭനെതിരെ ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് എൻ രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കിയ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം C.K. പത്മനാഭനെതിരെ നടപടിക്ക് സാധ്യത. നാളെ ആരംഭിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകും. അതേസമയം എൻ രാധാകൃഷ്ണനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. സംഘപരിവാർ നിലപാടുകൾക്കെതിരെ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം C.K. പത്മനാഭൻ പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ. CKPക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. നാളെ കോട്ടയത്ത് ആരംഭിക്കുന്ന ബി.ജെ.പി. നേതൃയോഗങ്ങളിൽ നടപടി ആവശ്യം ശക്തമാകും. നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ CKPക്കെതിരെ രൂക്ഷ വിമർശനമാകും ഉയരുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന 12-അംഗ കോർ കമ്മിറ്റിയിൽ ആരും CKPയെ പിന്തുണയ്ക്കുകയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന സമിതിയിലും CKPക്കെതിരെ വ്യാപക വിമർശനമുയരുമെന്നതും ഉറപ്പാണ്. C.K. പത്മനാഭനെ അനുകൂലിക്കുന്ന MS കുമാർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും യോഗത്തിൽ ശ്രദ്ധേയമാകും. സംസ്ഥാന സമിതി അംഗം KK സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം CKPക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ കൂടുതൽ നേതാക്കളും CKPക്കെതിരെ നടപടി ആവശ്യവുമായി രംഗത്തെത്തും. ബുധനാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും C.K. പത്മനാഭനെതിരെയുള്ള നടപടി വിഷയത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം എൻ രാധാകൃഷ്ണനെതിരെയും നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനമുണ്ടായേക്കും. KN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും പ്രസംഗവും കാരണം ജാഥയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തിനത് മങ്ങലേൽപ്പിച്ചു എന്ന സാഹചര്യമുണ്ടായതായും നേതാക്കൾ പറയുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നേതൃയോഗങ്ങളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകും. വിവാദങ്ങളിലും കേരള ഘടകത്തിലെ ഭിന്നതയിലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരിതെളിയും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയായ പോലീസ് മൈതാനിയിലെ നിളയിൽ രാവിലെ 9:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ പതാക ഉയർത്തുന്നതോടെ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരിതെളിയിക്കും. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ KS ചിത്രയാണ് മുഖ്യാതിഥി. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഉച്ചകഴിഞ്ഞ് 2:30 സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. കണ്ണൂരിന്റെ സാംസ്കാരിക പാരമ്പര്യവും കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകും. 20 വേദികളിലായാണ് മത്സരങ്ങൾ. 232 ഇനങ്ങളിലായി 12,000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. 177 വ്യക്തിഗത ഇനങ്ങളും 55 ഗ്രൂപ്പ് മത്സരങ്ങളും വേദി കീഴടക്കും. ആദ്യ ദിനം 9 വേദികളിലായി വൈകിട്ട് 6 മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കും. പ്രധാന വേദിയിൽ മോഹിനിയാട്ടവും മറ്റു വേദികളിലായി കുച്ചിപ്പുടി, ഭരതനാട്യം, തിരുവാതിര എന്നിവയും അരങ്ങേറും. ചൊവ്വാഴ്ച വൈകിട്ടോടെ സാംസ്കാരികോത്സവത്തിന് തുടക്കമാവും. സ്റ്റേഡിയം കോർണറിലെ മയ്യടിയിൽ കഥാകൃത്ത് T. പത്മനാഭൻ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യും. ഊട്ടുപുര ജവഹർ സ്റ്റേഡിയത്തിൽ സജ്ജമായി. പഴയടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവങ്ങൾ ഒരുങ്ങുന്നത്. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദ കലോത്സവം എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഹരിതനയം നടപ്പാക്കുന്ന മഹാമേളയായി കണ്ണൂർ കലോത്സവം മാറും. 10 വർഷങ്ങൾക്കിപ്പുറം കണ്ണൂരെത്തിയ കലോത്സവത്തെ ആഘോഷമാക്കുന്നു കണ്ണൂരുകാർ. ഇനിയുള്ള 7 ദിനങ്ങൾ കേരളത്തിന്റെ കണ്ണും കാതും കണ്ണൂരിലേക്ക്. പ്രധാന വേദിയായ നിളയിൽ നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലെ കൈരളി ടിവിയുടെ പ്രത്യേക സ്റ്റുഡിയോ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂരും ചേർന്ന് നിർവഹിച്ചു. കണ്ണൂർ മേയർ EP ലത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തിന്റെ വർണ്ണപ്പകിട്ടും ആവേശവും പകർത്താൻ കൈരളി പീപ്പിൾ ടീം ഒരുങ്ങിക്കഴിഞ്ഞു. നഗരിയിലെ പ്രത്യേക സ്റ്റുഡിയോ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂരും ചേർന്ന് നിർവഹിച്ചു.
തുടർന്ന് മന്ത്രി പാട്ടുപാടി കലോത്സവത്തിന്റെ ആവേശം പകർന്നു. പഞ്ചവർണ്ണ കിളിത്തത്തേ തുഞ്ചന്റെ കച്ചമണികൾ കുത്തും കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ. കണ്ണൂർ മേയർ EP ലത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, കൈരളി TV മലബാർ മേഖലാ മേധാവി PV കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമറാമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സാലിഹ്, കണ്ണൂർ. തങ്ങളുടെ ആവശ്യങ്ങളോട് സർക്കാർ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം. അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയെന്നും UDF സർക്കാരിനെയും LDF സർക്കാരിനെയും താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും സൂസപാക്യം കൊച്ചിയിൽ പറഞ്ഞു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ തിരുവനന്തപുരം ജില്ലാ ഘടകം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലായി നടന്ന ക്യാമ്പിൽ 10,000 പേർ പങ്കാളികളായി. രക്തദാനം മഹാദാനം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളെ ഛിന്നഭിന്നമാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. നോട്ട് പിൻവലിക്കലിലൂടെ കുത്തക മുതലാളിമാർക്ക് പൊതുഖജനാവ് കൊള്ളയടിക്കാനുള്ള അവസരമാണ് മോദി ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നവരെ ദേശദ്രോഹികളായി മുദ്രകുത്താനുള്ള നീക്കം അതിശക്തമാണെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.